ഹലോ നമസ്കാരം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, സുരേഷ് ഗോപി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറയേണ്ടത്. കാരണം ഞാൻ വഴി പറയാം. ഈ സിനിമയുടെ ജാനകി എന്നുള്ള പേരിൽ ഒരു വിവാദം ഉണ്ടായതായിരുന്നു നിങ്ങൾക്കറിയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് വന്നതെന്ന് കൂടി ഞാൻ ഇതിൽ പറയാം. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ നേര് സിനിമ കുറച്ച് ആക്ഷനും കുറച്ച് മസാലയും കുറച്ച് എന്താ പറയാ സോങ് ഒക്കെ എടുത്ത് ഒരു മസാല പരിവാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഇതിന്റെ സ്റ്റോറി നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അതായത് നമ്മൾ നേര് എന്ന സിനിമയിൽ കണ്ട പീഡനത്തിനിരയായ കുട്ടി ഫൈറ്റ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇവിടെയും. ഇവിടെ പക്ഷേ നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ അത്ര ഇമോഷണൽ അത്രയും അറ്റാച്ച്മെന്റ് ഇത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോർട്ട് റൂം ഡ്രാമ സിനിമകളായിട്ടുള്ള ജനഗണമന അല്ലെങ്കിൽ നേര് ഈ അടുത്തിറങ്ങിയ ഈ രണ്ട് സിനിമകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം എനിക്ക് പറയാൻ. അതുപോലെ അത് കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് മെയിൻ. അതുപോലെ അനുപമ പരമേശ്വരൻ ഇപ്പോൾ കുറെ നാളുകളായിട്ട് മലയാള സിനിമകളിൽ ഇല്ല. ചെറിയ വേഷങ്ങളിലാണ് പണ്ട് ചെയ്തിരുന്നത്, പിന്നെ ഇപ്പോൾ അന്യഭാഷ സിനിമകളിലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കംബാക്ക് അത്യാവശ്യം നല്ലൊരു ചെയ്ത മീൻസ് കൊടുത്ത റോള് അത്യാവശ്യം നന്നായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ബൈജു, അതുപോലെ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി, അദ്ദേഹം പണ്ടത്തെക്കാളും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അത്ര ഒരു സെറ്റപ്പായിട്ട് തോന്നിയില്ല. പിന്നെ ശ്രുതി രാമചന്ദ്രൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവരുടെ റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഏറ്റവും അലമ്പ് വൻ ദുരന്തമായി തോന്നിയത് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിന്റെയാണ്. അദ്ദേഹം ഒരു കോമഡി പീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പല സീരിയസ് ഡയലോഗുകളും വളരെ കോമഡി ആയിട്ടാണ് മാറിയത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ഓക്കെ ഒരു ഫീലിംഗ് ആണ് തന്നത്. കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നീടുള്ള സെക്കൻഡ് ഹാഫിലെ ഒരു സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും വളരെ ഒരു അവിയൽ പരുവം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ 2.5 മണിക്കൂർ ദൈർഘ്യം ഈ സിനിമയ്ക്ക് ആവശ്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത 2-3 പാട്ടുകളും പിന്നെ 2 ആക്ഷൻ സീൻസ് ഒക്കെ വെറുതെ കുത്തി നിറച്ച് സുരേഷ് ഗോപിയെ മാസാക്കാൻ നോക്കലും, അതുപോലെ മേക്കപ്പ് ഒക്കെ സുരേഷ് ഗോപിയുടെ മേക്കപ്പിലും കുറച്ച് അപാകതകളൊക്കെ ഉള്ളതായിട്ട് തോന്നി എനിക്ക്. ഇതിൽ പിന്നെ സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സുരേഷ് ഗോപി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയാൻ കാരണം ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരെ, അതുപോലെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ, മാധ്യമ പ്രവർത്തകരെ, പോലീസുകാരെ എല്ലാവരും തേച്ചൊട്ടിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഇതിൽ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു എന്താ പറയാ ഒരു പേഴ്സണൽ അറ്റാക്ക് പോലെയാണ് എനിക്ക് സിനിമ കണ്ടു തോന്നിയത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. സുരേഷ് ഗോപിയുടെ ക്യാരക്ടറിന്റെ പേര് ഇതിൽ ഡേവിഡ് നോബൽ ഡൊണോവാൻ എന്ന് പറഞ്ഞ ഇടുവിട്ട് പേരൊക്കെയാണ്. ആക്ച്വലി അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആയാലും അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഡയലോഗ് ഷിറ്റ് പരിപാടികൾ, അതുപോലെ കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആള് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആയാലും അദ്ദേഹം പണ്ട് ചെയ്ത പോലീസ് ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പോൾ ഈവൻ വക്കീലായിട്ട് അഭിനയിച്ച ചിന്താമണി കൊലക്കേസൊക്കെ ഒരു ത്രില്ലർ പ്ലസ് പരിപാടികളൊക്കെ ആയിരുന്നു. ആ ഒരു എൻഗേജ്മെന്റ് പരിപാടിയോ ഈ സിനിമയിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിനിമയുടെ പേരിലുള്ള വിവാദം ഒരു പർട്ടിക്കുലർ സീൻ ഒരു കോടതിയിലുണ്ട്. അതിൽ ജാനകി അല്ലെങ്കിൽ രാമൻ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു വന്നൊരു വിവാദമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതൊരു എന്നെ സംബന്ധിച്ചോളം അതൊരു വലിയ വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. മേ ബി ചിലപ്പോൾ അതൊരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കാം, സിനിമയുടെ ഹൈപ്പ് കൂട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സിനിമയിലാകെ ഒരു 3-4 സ്ഥലത്ത് മ്യൂട്ടാക്കുന്നൊഴികെ വേറെ എവിടെയും പേര് വെച്ചിട്ടുള്ള ഒരു ഇതിന് വലിയൊരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാൻ തോന്നി. സെക്കൻഡ് ഹാഫ് വളരെ അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫിന് വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. പക്ഷെ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ ഒരു റെക്കമെൻഡ് ചെയ്യില്ല. OTT വരുമ്പോൾ സമാധാനത്തിൽ ഇരുന്ന് കാണേണ്ട ആവശ്യമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടവർ അഭിപ്രായം പറയാം. അപ്പോൾ ഓക്കെ, ബൈ.